ഇന്ന് രാവിലെ നീറ്റേക്കന്നെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ തന്നെ ചോറാണ് വെച്ചിട്ടുള്ളത്. കടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ പാർസൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീസറിൽ സംഭവം ഉണ്ടാവും. അപ്പം ഇന്ന് രാവിലെ തറവാട്ടിൽ പോവാണ് കേട്ടോ. സച്ചും കുഞ്ഞാക്കി ഫാദിക്ക് ആദ്യം തന്നെ പോയിട്ടുണ്ട്. ഓരോ ബാക്കിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. കാരണം ഒരൊപ്പം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. എനിക്കിവിടെ ചെറിയ കുറച്ച് 1-2 പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടിയൊന്നും വാങ്ങുന്നില്ല, പൊറോട്ട നമുക്ക് വരുന്ന വഴിക്ക് വാങ്ങിക്കാം. ഏതായാലും മഞ്ഞ ചുരിദാർ ഇട്ടു. ഇനിയിപ്പോൾ അതൊക്കെ ഒരു മഞ്ഞ ഷാളും കൂടാണ് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് മഞ്ഞ ഷാൾ അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. ഒരു കാപ്പി ഉണ്ട്, അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. ഏതായാലും ടോപ്പ് ഉണ്ട്, എല്ലാവരും പറയും പുളിച്ച് മഞ്ഞാണ്. എന്നാൽ പിന്നെ ആ ഒരു പുളിച്ച് മഞ്ഞയ്ക്ക് ഒരു പുളിച്ച് മഞ്ഞ ഷാളും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് വെച്ചു. ഹെൽമെറ്റ് വെച്ചാൽ പിന്നെ തൃപ്തിയായിട്ടോ. കാരണം ഷോള് പിന്നെ തലേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകൂല. അതുകൊണ്ട് പിന്നെ സമാധാനമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അങ്ങനെ ചാവിയൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങി ഒരുടെ പിന്നാലെ തന്നെ ചെല്ലാന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഞാനിവിടുന്ന് ചെല്ലാൻ വൈകിയതുകൊണ്ട് തന്നെ ഓൾക്ക് ചെറുതായിട്ടൊരു ഡൗട്ട്, ഇവിടെ എവിടെയെങ്കിലും വണ്ടിയും കൊണ്ട് തട്ടിയോ മുട്ടിയോ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത്. കാരണം ഫോൺ അടിച്ചിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം എൻ്റെ കാര്യമാണ്, വണ്ടി കൊണ്ട് അതിൽ എപ്പോഴാണ് എങ്ങനെ പോകുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ലെവലും ഇല്ലാതെ ആയിരിക്കട്ടോ ഞാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ താറിനെ പുതപ്പൊക്കെ മൂടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൂച്ചക്കാരനെയാണ് ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാദിക്കുട്ടി അതിൻ്റെ ലൈറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആകെ തറവാട്ടി പോകുന്നത് ഈ ഒരു കറിവേപ്പില എടുക്കാനും ചക്ക കൊണ്ടുവരാനുമാണ് എന്നുള്ളത്. ഏറെക്കുറെ അതിനൊക്കെ തന്നെ അവിടുന്നല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓലെത്തിയിട്ട് കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ വിറ്റിട്ടുള്ള വീടാണ്, അതായത് നമ്മുടെ ആദ്യത്തെ വീട്, നമ്മുടെ ഫേവറേറ്റ് വീട് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ സുൽത്താൻ ഹോട്ടലിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്ന് എന്നും നല്ല ഒന്നരാടം നമ്മൾ ഇവിടെ നിന്നാണ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പൊറോട്ട എന്ന് പറയുമ്പോൾ അത് വേറൊരു ലെവലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ടൗണിൽ നിന്ന് വാങ്ങിക്കലൊക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നൊസ്റ്റു അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ തന്നെ പോയിട്ട് വാങ്ങിക്കാറുണ്ട്. വരുന്ന വഴിക്ക് പിന്നെ അതാ ഈ ഒരു കാടും മേടും പുഴയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മളല്ലേ ആൾ വീഡിയോസ് എടുക്കാതിരിക്കാൻ പറ്റുമോ. അങ്ങനെ അതും എടുത്ത് നമ്മൾ നേരെ വന്നു. ഇനിയിപ്പോൾ അതാ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകാനായി. ഈ ഒരു വാഴക്കൂമ്പ് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയാലോ എന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു, ചെറുപ്പത്തിൽ നമ്മൾ പാടത്തു കൂടെ നടന്നപ്പോൾ നിറയെ നിലത്ത് കിടന്ന സാധനമാണ്, എന്തിനാണ് അത് കാശ് കൊടുത്ത് വാങ്ങുന്നത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പോയ ടൈമിൽ തന്നെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് അവർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തത്. അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വൈകും. കാരണം ഫാദിക്കുട്ടിക്ക് ഇന്ന് എക്സാമാണ്, സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് അവന് പറഞ്ഞേക്കാനെന്നുള്ളതിലാണ് ധൃതിയിൽ പോയത്. ഇങ്ങനെ ഇതാ വന്നിട്ട് വെള്ളമൊക്കെ കൊടുത്തു. ഇനി ഫാദിക്കുട്ടിനെ സ്കൂൾക്ക് പറഞ്ഞേക്കലാണ് ടാസ്ക് കേട്ടോ. കാരണം വൈകുന്നേരം വരെ സ്കൂളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കൊടുത്തയക്കണം. പക്ഷെ ഇന്ന് അവനെ വൈകുന്നേരം വരെ ഇരുത്തുന്നില്ല കേട്ടോ. കാരണം അവനക്ക് നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് മദർസിലൊന്നും പോയിട്ടില്ല. ഫാദിക്കുട്ടിനോട് ചെറുതായിട്ടൊന്ന് തെറ്റി. അതുകൊണ്ട് ഇപ്പം ഇന്ന് ബസ് കയറ്റുന്ന ആൾ മാറിയിട്ടുണ്ട് കേട്ടോ. സച്ചു ആണ്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.